ചെങ്കോട്ടയിൽ ബിപ്ലവ് ദേവ് കുമാർ തീർത്ത കാവ്യ വിപ്ലവം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. ത്രിപുരയിലെ കാര്യമാണ് പറഞ്ഞുവരുന്നത്. 2 ലോക്സഭാ സീറ്റേ ത്രിപുരയിൽ ഉള്ളുവെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളാണിത്. രണ്ടും ബിജെപി തൂത്തുവാരിയാൽ സിപിഎമ്മിന് വലിയ തിരിച്ചടിയാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കാനാണ് ബിജെപി നോക്കുന്നത്. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനം തുടർച്ചയായി 25 വർഷമാണ് സിപിഎം ഭരിച്ചത്. ലോക്സഭയിലേക്ക് ഒരിക്കൽ പോലും ഇവിടെ നിന്നും താമര വിരിഞ്ഞിട്ടില്ല. 77-ലും 89, 96 കാലഘട്ടത്തിലും മാത്രം കോൺഗ്രസ്, ജനലോക്ദൾ തുടങ്ങിയ പാർട്ടികൾ വിജയിച്ചതൊഴിച്ചാൽ ഇവിടെ നിന്നും ലോക്സഭ കണ്ടത് പ്രധാനമായും സിപിഎം സ്ഥാനാർത്ഥികളായിരുന്നു. 4 പതിറ്റാണ്ട് സംസ്ഥാനം ചെങ്കടി കീഴിലാക്കി ഭരിച്ച സിപിഎമ്മിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കോൺഗ്രസും പച്ച തൊട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കോൺഗ്രസും ബിജെപിയും സിപിഎമ്മും കച്ചകെട്ടി ഇറങ്ങിയതോടെ ശക്തമായ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. വെസ്റ്റ് ത്രിപുര, ഈസ്റ്റ് ത്രിപുര മണ്ഡലങ്ങളിൽ ഏപ്രിൽ 11-നും 18-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. ഇളകാത്ത ഇടത് കോട്ടയെന്നായിരുന്നു ഒരു വർഷം മുൻപ് വരെ ത്രിപുരയുടെ മേൽവിലാസം. 2018-ൽ ബിജെപി അധികാരത്തിലേറി. സിപിഎം പ്രതിപക്ഷമായി മാറി. തിരഞ്ഞെടുപ്പ് നടന്ന 59-ൽ 43 സീറ്റ് നേടിയാണ് ബിജെപി പീപ്പിൾസ് ഫ്രണ്ട് ഓഫ് ത്രിപുര സഖ്യം മണിക് സർക്കാർ ഭരണത്തെ കടപുഴക്കിയത്. 2013-ൽ 49 സീറ്റ് നേടിയ സിപിഎം 16 സീറ്റിൽ ഒതുങ്ങി. 19 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് ചാരമായി. 2013-ൽ 1 സീറ്റ് പോലും ഇല്ലാതിരുന്ന ബിജെപി 2018-ൽ ഒറ്റയ്ക്ക് 35 സീറ്റ് നേടി. തലസ്ഥാനമായ അഗർത്തലയിലെ ധനമണിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് 9500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ബിപ്ലവ് കുമാർ ദേവ് മുഖ്യമന്ത്രിയായി. 25 വർഷം മുൻപ് കൈവിട്ട സാമ്രാജ്യം തിരികെ പിടിക്കാനുള്ള പടപ്പുറപ്പാടിലാണ് കോൺഗ്രസ്. ആകെയുള്ള 2 മണ്ഡലങ്ങളും 96-ൽ കൈവിട്ടു. സിപിഎം ഭരണത്തിൽ പ്രതിപക്ഷമായിരുന്ന പാർട്ടി ബിജെപി അധികാരം പിടിച്ചെടുത്തപ്പോൾ 1 സീറ്റ് പോലും നേടാനാകാതെ തകർന്നു. പ്രഗ്യാത് ദേവ് ബർമൻ എന്ന പുതിയ പിസിസി പ്രസിഡന്റിന്റെ നിയമനത്തോടെ എതിരാളികൾക്ക് ആദ്യത്തെ ഷോക്ക് ട്രീറ്റ്മെന്റ് രാഹുൽ ഗാന്ധി നൽകി കഴിഞ്ഞു. രാജകുടുംബാംഗമായ പ്രഗ്യാത് ദേവ് ബർമൻ ത്രിപുര ജനതയുടെ മനസ്സിലിടം നേടിയ നേതാവാണ്. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം പ്രഗ്യാതിന്റെ വ്യക്തിപ്രഭാവം കൂടിയാകുമ്പോൾ ഇത്തവണ വിജയം തങ്ങൾക്കൊപ്പമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും കോൺഗ്രസ് ഞെട്ടിച്ചിരിക്കുകയാണ്. അടുത്തിടെ കോൺഗ്രസിൽ ചേർന്ന ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബൽ ഭൌമിക് വെസ്റ്റ് ത്രിപുരയിലും സാക്ഷാൽ പ്രഗ്യാത് ദേവ് ബർമന്റെ സഹോദരി പ്രഗ്യാത് ദേവ് ബർമൻ ഈസ്റ്റ് ത്രിപുരയിലും. സംസ്ഥാനത്തുള്ള അനുകൂല തരംഗം മുഴുവൻ വോട്ടാകുമെന്ന് ഉറപ്പ്. ജനകീയ ഇടപെടലുകളിലൂടെ സംസ്ഥാനത്ത് പ്രിയങ്കരനാണ് പ്രഗ്യാത് ദേവ് ബർമൻ. പ്രഗ്യാതിന്റെ സ്ഥാനാരോഹണത്തിന് പിന്നാലെ മുന്നേറ്റത്തിലാണ് കോൺഗ്രസ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബൽ ഭൌമിക് ഉൾപ്പെടെ ബിജെപിയുടെ പ്രമുഖ നേതാക്കൾ കോൺഗ്രസിലെത്തിക്കഴിഞ്ഞു. ഭൌമികിന്റെയും മുതിർന്ന നേതാവ് പ്രകാശ് ദാസ്, കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംദോഷ് ദേബ്നാഥ് എന്നിവരുടെ കൂറുമാറ്റം ബിജെപിയെ വെട്ടിലാക്കിയപ്പോൾ അപ്പുറത്ത് സിപിഎമ്മും ഞെട്ടലിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല സിപിഎം. ബംഗാളിന്റെ വഴിയെ ത്രിപുരയും ഒരിക്കലും തകരില്ലെന്ന് കരുതിയ ചുവപ്പുകോട്ടകൾ കാവിയണിഞ്ഞു. കേഡർ പാർട്ടിയെന്ന് ഊറ്റം കൊണ്ടിരുന്ന സിപിഎമ്മിൽ നിന്നും വോട്ടുകൾ ബിജെപിയിലേക്ക് ഒഴുകി. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുന്നതിന്റെ വക്കിലെത്തി നിൽക്കെ പാർട്ടിക്കിത് അഭിമാന പോരാട്ടമാണ്. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനായില്ലെങ്കിൽ മാനം കപ്പൽ കയറും. സിറ്റിംഗ് എംപിമാർ തന്നെയാണ് ഇത്തവണയും കളത്തിൽ. ശങ്കർ പ്രസാദ് ദത്ത, ജിതേന്ദ്ര ഗംഗുലി ഫാസിസ്റ്റ് വിരുദ്ധതയാണ് പ്രഖ്യാപിത നയമെന്ന് ആണയിടുന്നുണ്ടെങ്കിലും കോൺഗ്രസുമായി യാതൊരു നീക്കുപോക്കിനും സിപിഎം തയ്യാറില്ല. ഏതായാലും ത്രിപുരയുടെ മണ്ണിൽ ആരുടെ പോരാട്ടം വിജയം കാണും?